ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ പിസ്സ ബൺ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് അര കപ്പ് ഇളം ചൂടുള്ള പാലും 1 ടീസ്പൂൺ ഈസ്റ്റും, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പൊങ്ങാനായി 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. പൊങ്ങി വന്ന ഈസ്റ്റിലേക്ക് 2 കപ്പ് മൈദയും 1 നുള്ളു ഉപ്പും ഇട്ട് നന്നായി കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിയുടെ പാകത്തിൽ കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് എടുത്തു വെച്ച് പുറമേ നെയ്യ് തടവിയതിന് ശേഷം പൊങ്ങാനായി അടച്ചു വയ്ക്കാം. 2 മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് 200 ഗ്രാം ചെറുതായി അരിഞ്ഞ ചിക്കനും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യമായ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ വെന്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് 1 സവോള അരിഞ്ഞതും 1 തക്കാളി ചെറുതായി അരിഞ്ഞതും ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും 1/2 കപ്പ് മയണൈസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 നുള്ളു ഒറിഗാനോയും 1 നുള്ളു ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ട് മണിക്കൂറിന് ശേഷം മാവെല്ലാം പൊങ്ങിയൊന്ന് തുറന്ന് നോക്കാം. ഡൗ എല്ലാം ഡബിൾ സൈസ് ആയിട്ടുണ്ട്. അതിൽ നിന്നും ചെറിയ ബോൾസ് എടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. ഓവൽ ഷേപ്പിൽ പരത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കുക. 1 സ്പൂൺ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മിശ്രിതം അതിലേക്ക് വെച്ച് കൊടുക്കുക. ചിക്കൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം കൂട്ടി യോജിപ്പിക്കാം. ഇത് ചീസ് വെച്ചും ചീസ് ഇല്ലാതെയും തയ്യാറാക്കാവുന്നതാണ്. മടക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും 1 മുട്ട ഉടച്ചതും തൂത്ത് കൊടുക്കുക. ഇത് എണ്ണ തടവി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ചീസ് വെച്ച് ഒരെണ്ണം തയ്യാറാക്കാം. അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഓവൻ തുറന്ന് നോക്കാം. പിസ്സ ബൺ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.